ഹലോ എവ്രി വൺ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ S25 സീരീസ് ഇറങ്ങാൻ പോവുകയല്ലേ. അപ്പോൾ S25 നിന്ന് S24 നിന്ന് S25 എന്തൊക്കെ മാറ്റങ്ങൾ, വാട്ട് ഡിഫറൻസ്. അപ്പോൾ ഇന്നത്തെ ചർച്ച ഡിഫറൻസ് S24 നിന്ന് S25 ഉള്ള ഡിഫറൻസ് എന്തൊക്കെയെന്ന് നോക്കാനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ബൈ ബൈ അല്ല, വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ഡിഫറൻസ് ആണ് നമ്മുടെ S24 ഷാർപ്പ് എഡ്ജസ്റ്റ് അല്ലേ എഡ്ജസ് അല്ലേ, മറ്റേ ഈ ഒരു ഇവിടേക്ക് ഒരു എഡ്ജസ് ഷാർപ്പ് അല്ലേ, എന്നാൽ അത് മാറ്റിയിട്ട് കേവ് ആക്കിയിട്ടുണ്ട്. കർവ് ഇതാക്കിയിട്ടുണ്ട്, ഫുൾ ഫ്ലാറ്റ് ആക്കിയിട്ട് അവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റുള്ളടത്ത് ഇങ്ങനെയുള്ളടത്ത് ഇവിടെ ഇങ്ങനെ വളച്ചതിൻ്റെയൊക്കെ എങ്ങനെ അതേപോലെ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തെ ക്യാമറ മൊഡ്യൂളിൻ്റെ അവിടെ ഒരു ചെറിയൊരു മാറ്റം കൊടുത്തിട്ടുണ്ട്. S24 വലിയ ഇതില്ലല്ലോ, വലിയ ഡാർക്കില്ലല്ലോ. എന്നാൽ ഇത് നിങ്ങൾ ഗാലക്സി ഫോൾഡ് ഇട്ടിട്ടില്ലേ, അതേപോലെ ആ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുക്കുന്നത്. S25 സീരീസിൽ S25 സീരീസിൽ മൊത്തം ആ ഒരു ടെക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് കംസ് വിത്ത് സ്നാപ്ഡ്രാഗൺ 880 ചിപ്സെറ്റ്. ഐഫോണിനെക്കാട്ടിലും അടിപൊളി ചിപ്സെറ്റാണത് എന്നാണ് എല്ലാവരും പറയുന്നത്. ആണ് ഇതിൽ ഐഫോണിൽ A80 ചിപ്സെറ്റാണ്. iPhone 60 Pro Maxൽ A80 Pro എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് അതിലിരിക്കുന്നത്. അതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ 120 ലാക്കാണ്. എന്നാൽ ഇതിൽ 130 ലാക്ക് ആൻഡ്രോയിഡ് സ്കോർ കിട്ടുന്നുണ്ട്. മറ്റേ iQ30ൽ 28 ലാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലും 30 ലാക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 30 ലാക്ക് ഇല്ലെങ്കിൽ എന്തായാലും 130 ലാക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ 120 ലാക്ക് കിട്ടുന്നുള്ളൂ. A80 Pro ചിപ്സെറ്റിൽ 120 ലാക്ക്, ഇതിൽ 130 ലാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. അപ്പോൾ S25 തന്നെ വരുന്നത്, S25 അൾട്രയിൽ. പിന്നെ LPDDR6 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ 16 GB റാം വരെ ഇതിൽ കിട്ടും. സാധ്യതയാണ്, എനിക്കറിയില്ല. 16 GB വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ക്യാമറേൻ്റെ കാര്യം 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, പിന്നെ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ആക്കിയിട്ടുണ്ട്. അൾട്രാവൈഡിലാണ് കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടൽ. മറ്റേ 12 മെഗാ പിക്സൽ ഇതിൽ അൾട്രാവൈഡ് S24. S25 50 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. അൾട്രാവൈഡ് ആണ് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ വേണ്ടത്. 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും അങ്ങനെ വലിയ ചെറിയ മാറ്റങ്ങൾ. ഇനി ഫോൺ ഇറങ്ങുമ്പോൾ വലിയ മാറ്റമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇനി കാർ ഇറങ്ങണ പോലെ തന്നെ. കാറിലിപ്പോൾ എം സ്പോർട്ട് അല്ല, കാർ ഇറങ്ങുമ്പോൾ കുറച്ച് ഡിഫറൻസ്. കാറിൽ പിന്നെ ഡിഫറൻസ് ഉണ്ട്. ഇതിലൊന്നും ഒരു വലിയ ഡിഫറൻസ് ഒന്നുമില്ല. S22 അൾട്ര, S23 അൾട്ര, S24 അൾട്ര, S25 അൾട്രയും. S25 അൾട്രയിൽ എന്തൊക്കെയെങ്കിലും ഒരു മാറ്റമുണ്ട്. ഐഫോണൊക്കെ പറയണ്ടല്ലോ ഈശ്വരാ. മറ്റേ 12 Pro 11 Pro മുതൽ ആ ഡിസൈൻ തുടങ്ങിയതാണ്. 11 Pro, 12 Pro, 13 Pro, 14 Pro, 15 Pro, 16 Pro. ഇങ്ങനെ 17 Proയും ഏകദേശം അതേപോലെ തന്നെയാണ്. രണ്ട് ഡിസൈൻ 70 Proയിൽ പറയുന്നുണ്ട്. ഒന്ന് പിക്സലിൻ്റെ പോലത്തെ ഡിസൈനും പിന്നെ മറ്റേ ഡിസൈൻ പഴയ ഡിസൈൻ തന്നെ. 10 വർഷത്തേക്കും അതാണെന്ന് പറഞ്ഞത്. അത് വിട്ട് അത് വേറെ കേസ്. പിന്നെ S25 ഐഫോണിനെക്കാട്ടിലും വീഡിയോ അടിപൊളിയായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ഐഫോണിനെ തോപ്പിക്കാൻ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല. S25 അൾട്രയിൽ എന്താ അറിയില്ല, ഇപ്പോൾ ഇതുവരെ ഐഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റീനെ തോപ്പിക്കാൻ വെല്ലാൻ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല. ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ വീഡിയോയിൽ അതിനെ തോപ്പിക്കാൻ ഒരു ഫോൺ ഇറങ്ങിയിട്ടില്ല. അത് ഇനി ഇറങ്ങാൻ പോകുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഇതുവരെ ഒരു ഫോണും ഐഫോണിനെ തോപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ല. അത് ഞാൻ എവിടെയും പറഞ്ഞു. പക്ഷേ ഫോട്ടോൻ്റെ കാര്യത്തിൽ മാറും, വീഡിയോൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ഫോട്ടോൻ്റെ കാര്യത്തിൽ മാറും. ഫോട്ടോൻ്റെ കാര്യത്തിൽ Vivo X100 Pro, X200 Pro അങ്ങനത്തെ കുറേ ഫോണുകളുണ്ട് ഇപ്പോൾ. സാംസങ് ഓലപ്പൊന്നും പിടിച്ച് X200 Proൻ്റെ ഒപ്പൊന്നും സാംസങ് പിടിച്ചിരിക്കൂല, അത് വേറെ കാര്യം. പക്ഷേ S25 അൾട്രയിൽ ഇനി എന്താ അവസ്ഥ അറിയില്ല. എന്തായാലും ഇറങ്ങട്ടെ. പിന്നെ ബാറ്ററിയൊക്കെ ഏകദേശം അതേപോലെ തന്നെ. 5000 mAh ബാറ്ററി, 45 വാട്ട് ചാർജർ, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ എന്നൊക്കെ പറയുന്നത് വെറും തള്ളാണ്. എൻ്റെ പൊന്നോ. മറ്റേ ഇത് എത്ര മണിക്കൂർ? 1.5 മണിക്കൂർ വേണം ഫുള്ളാവാൻ വേണ്ടിയിട്ട്. ഫാസ്റ്റ് ചാർജർ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആപ്പിളും അതേപോലെ തന്നെ 1.5 മണിക്കൂർ വേണം ഇപ്പോൾ. എന്നപ്പോൾ മറ്റേ ഷവോമിയും OnePlusഉം പിന്നെ ചൈനീസ് കമ്പനിയാണ്. ചൈനീസ് കമ്പനി ആയപ്പോൾ എന്താ നമുക്ക് യൂസ് കിട്ടിയാൽ പോരെ അല്ലേ. പക്ഷേ വയർലെസ് ചാർജിങ് 50 വാട്ട്സ് നിന്ന് 25 വാട്ട്സേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താ എനിക്കറിയില്ല. എന്തായാലും ജാനുവരി 3rd വീക്ക് അല്ലെങ്കിൽ 2nd വീക്കോ എന്തായാലും ഫോൺ ഇറങ്ങും.
ജാനുവരി 25 22 ആണ് എന്നോട് പറഞ്ഞത്. ഏതെങ്കിലും എന്തായാലും ജാനുവരി 20th വീക്ക് 23 വീക്ക് അല്ല, സെക്കൻഡ് വീക്ക് എന്തായാലും ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് നോക്കി നോക്കാം. ഇറങ്ങിയിട്ടാണ് നോക്കേണ്ടത്. ഇത് വെറും സാമ്പിൾ. ഓക്കെ, ബൈ ബൈ.